ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചുണ്ടാക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളെടുത്ത് അതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഈ സൺഫ്ലവർ ഓയിലിന് പകരം നമുക്ക് നെയ്യോ ബട്ടറോ എടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ച് ഇളക്കി ചേർക്കണം. നമുക്ക് ഈ ഒരു പഞ്ചസാര ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് എസൻസ് ചേർക്കാം. ഞാനിവിടെ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നു. വേറെ ഏതെങ്കിലും എസൻസ് ആണെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂണോളം ചേർത്താൽ മതിയാവും. ഈ മാവിൻ്റെ പരുവം കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ചപ്പാത്തി പരുവമല്ല, ഇതുപോലെ പേസ്റ്റ് പോലെ ആവണം. എന്നാൽ ഉരുട്ടിയെടുക്കാനും പറ്റത്തക്ക രീതിയിൽ വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് അടുപ്പിലും ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിൽ ബട്ടർ പേപ്പർ ഇട്ടതിന് ശേഷം ചെറിയ ബോളുകളാക്കി വെച്ച് അതിന് ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ 30 to 35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിൽ നമ്മൾ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കും. എയർ ഫ്രയറിലാണെങ്കിൽ 140 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം.